വരികയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് 7 6 എല്ലാ ടേംസിലും മൈനസ് വരികയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യും. കാരണം ഫെർദർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ആവശ്യമുള്ളതാണ് നമുക്ക് ഐഗൺ വെക്ടർ. രണ്ട് ടേംസിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേം മാത്രം നെഗറ്റീവ് ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. 0 -7 -6 എടുക്കാൻ ചെയ്യാൻ നമുക്ക് കഴിയുന്ന നെഗറ്റീവ്സ് എന്തെങ്കിലും അത് ചേഞ്ച് ചെയ്ത് എഴുതാം. Therefore, the eigenvector corresponding to the eigenvalue lambda is equal to 2 is 0, 7, 6. Then find the other eigenvector corresponding to lambda is equal to 6. Speed I ചെയ്തേ പറ്റൂ കേട്ടോ. നമ്മുടെ പോർഷൻസ് ഇന്നില്ല. കണ്ടുപിടിച്ചവർക്ക് ടെക്സ്റ്റ് ചെയ്യാം മെസ്സേജ്. Eigenvector corresponding to lambda is equal to 6. എല്ലാവരും ഇപ്പം ചെയ്ത് പോവാം. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളവർ തൽക്കാലം വാല്യൂ എഴുതുക, ദെൻ അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. Anyone got the answer? Eigenvector corresponding to lambda is equal to 6. -1 3 1 e -1 3 1 നോടി റിപ്പീറ്റ് ചെയ്തേ. ആൻസർ സൈൻ എന്തോ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ, ഒന്നുകൂടി കറക്റ്റ് ചെയ്യണേ. ആരും ആൻസർ പറഞ്ഞരുത്. -1 3 1 ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സൈനിൽ. Any other answers? Eigenvector corresponding to lambda is equal to 6. Eigenvector corresponding to lambda is equal to 6. Aditya eigenvector let the eigenvector corresponding to lambda is equal to 2. x1 എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. -1 -3 1 again ഹരി അതിനൊന്ന് ചേഞ്ച് ചെയ്യാം. രണ്ട് ടേംസിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. That is 1 3 -1 is the answer, or 1 3 -1 is the eigenvector corresponding to lambda is equal to 6. ഇതിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ ആൻസർ ആട്ടോ. അഭിരാം എല്ലാവരും ലേറ്റ് ആയിട്ടാണല്ലോ ക്ലാസ്സിൽ കയറുന്നേ, എന്ത് പറ്റി അഭിരാം? So 1 3 -1 അല്ല -1 -3 1 അതും കറക്റ്റ് ആട്ടോ. 1 3 -1 is the eigenvector corresponding to lambda is equal to 6. Then we have to find ഈ eigenvector നെ x2 എന്ന് represent ചെയ്യാം കേട്ടോ. Then the eigenvector corresponding to lambda is equal to 9. That will be x3. അഭിരാം രാഹുലും ലേറ്റ് ആയിട്ടാണല്ലോ ക്ലാസ്സിലൊക്കെ ആയിരുന്നു. ഞാൻ എഗെയിൻ അറ്റൻഡൻസ് ഒന്നുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ, കുറെ പേര് ലെഫ്റ്റ് ആവുന്നുണ്ട്. എന്ത് പറ്റി രാഹുൽ? രാഹുൽ എന്താ ലേറ്റ് ആയി ക്ലാസ്സിൽ?
മാം ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് വെബെക്സ് കണ്ടുപിടിച്ചോ? ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ is equal to 9. Anyone got the answer? Zero, 21. ആ 21 എന്നുള്ള ടേം ക്യാൻസൽ ചെയ്യാം. എല്ലാവർക്കും ഇതേ ആൻസർ തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. അപ്പൊ ഹരിയുടെ ആൻസർ 0, 21 ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 21. ചിലവർക്ക് വേറെ വാല്യൂസ് ആയിരിക്കും കിട്ടുക. ഓ ഇതിൽ ചെയ്തപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കിട്ടിയത് 0074 ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ഹരിക്ക് കിട്ടിയത് 0021 ആണ്. Then dividing throughout by 21, we get 001. Okay. ഈ ഒരു വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും. കോമൺ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ. ഹരിക്ക് കിട്ടിയത് 21 ആയിരുന്നു അല്ലെ? So dividing throughout by 21, we get 001. Okay. 001 is the eigenvector corresponding to lambda is equal to 9. 0021 എടുക്കാം. പക്ഷെ നമ്മൾക്ക് x ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാം തന്നെയും 21 അല്ലെ 74 ഒക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഏത് ഐഗൺ വെക്ടർ ആണെങ്കിലും അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അതിന് ഡിനോഷൻ കൊടുക്കാം. ഓക്കെ, x3 എന്ന് ഡിനോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അത്രയും സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, അക്ഷയ് 0075. So divide throughout by 75. So 001 is the right answer. അങ്ങനെ എഴുതിയാൽ മതി. 0075 ഒക്കെ എടുത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ ലാംഡ is equal to 9 എന്നുള്ളതിന്റെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്ന എല്ലാവരും നമുക്ക് ചെയ്യാം. 001 is the eigen vector. Then found the matrix capital X. Then on the matrix capital X. That is capital X is equal to x1 in the 076 column vector ആയിട്ട് വേണം represent ചെയ്യുന്ന eigen vectors എല്ലാം തന്നെ. The next two 1 3 minus 1 x3 0 0 8. So the matrix X is equal to 0 7 6 1 3 minus 1 and 2 0. Column vectors ആയിട്ട് column matrix ആയിട്ട് വേണം represent ചെയ്യാൻ. നമുക്ക് കിട്ടുന്നതല്ല. Then ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? Then we have to find the inverse, X inverse. How to find X inverse? Adjoint of X by determinant X. Okay. Adjoint കണ്ടുപിടിക്കാൻ first we have to find the cofactor matrix. Cofactor matrix ന്റെ transpose ആണ് the adjoint of X. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞത്. How to find the cofactor of each and every term. ഓരോ ടേമിന്റെയും cofactor നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കും. C11 is equal to -1 raised to 1 plus 1. Then the element 1 എന്നുള്ള element ഇതാണ്. So ആ റോ ആ കോളം മാറ്റിയിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ്. That is 3 0 -1. This is C11. നമ്മൾ മൈനർ കണ്ടുപിടിച്ചു. A11 എന്നൊക്കെ എഴുതിയിട്ട് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെ സൈൻ കൂടി കൺസിഡർ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ that is cofactor. Okay, so C11. Then C12 -1 raised to 1 plus 2 into C12 എന്നുള്ള element is the first row, second column, that is C12. So ആ row ആ column മാറ്റി കഴിഞ്ഞ് വരുന്ന remaining elements ചെയ്ത 7 0
6 1. ഇതെല്ലാം വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. -1 raised to 1 plus 1, that is even number ആണ്. even number ആണ് വരുന്നതെങ്കിൽ -1ന്റെ വാല്യൂ എന്താ വരിക? raised to ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. -1 raised to even number ആണെങ്കിൽ പോസിറ്റീവ് എഴുതുക. -1 raised to odd numbers ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ്. then cross multiply ചെയ്യും. 3 into 1 3 minus 0, that is 3. Okay. Here it is 7 minus 0, that is 7 into -1 raised to 3, so odd term minus 7. അതുപോലെ റിമൈനിങ് ടേംസ് എല്ലാം തന്നെ കണ്ടുപിടിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, അതിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും. Co-factor, that is C11, C12, C13, then C21, 22, 23, 31, 32, 33. Each and every term in the co-factor കണ്ടുപിടിക്കും. Then from the co-factor matrix. Co-factor matrix. Okay. Direct ആയിട്ട് ഇൻവേഴ്സ് അറിയാവുന്നവർക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ഒക്കെ അറിയാവുന്നവർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അറിയാവുന്നവർക്ക് ഞാൻ ഇത് പറഞ്ഞേ ഉള്ളൂ. വേറെ മെത്തേഡ്സ് അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നവർക്ക് ചെയ്യാം. ലിങ്ക് ഒക്കെ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതായത് ഇവിടെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതിനൊന്നും മാർക്സ് അധികം ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യും. ഇതിനധികം സമയം കളയേണ്ട കാര്യമില്ല. ഇതിനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഓക്കെ, C11 is equal to, that in general formula, Cij. So factor കണ്ടുപിടിക്കുന്ന ഫോർമുല Cij is equal to -1 raised to I plus j. Okay, to a determinant, that is minor, that is or Aij. Aij എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. or Mij, minor term നമ്മൾ ട്രേസ് ഇക്വേഷൻസ് അവിടെ പറഞ്ഞു തന്നിരുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന അവിടെ എങ്ങനെയാണ് മൈനർ എന്നുള്ള ഒരു ടേം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് A11, A12 എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അത് തന്നെയാണ് Mij എന്ന് പറയുന്നത്. ഓക്കെ, സോ C11 is equal to, using the equation, -1 raised to 1 plus 1 into ആ റോ ആ കോളം മാറ്റി കഴിഞ്ഞാൽ വരുന്ന റിമൈനിങ് ടേംസ് ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. That is -1 raised to 1 plus 1 into 30 minus 1. Then C12, -1 raised to 1 plus 2 into C12 എന്നുള്ള എലമെന്റ് ഇതാണ്. So row ഈ റോവും ഈ കോളം മാറ്റി കഴിഞ്ഞാൽ വരുന്ന റിമൈനിങ് എലമെന്റ്സ് ചെയ്ത 7 6 0 1. That is 7 6 0 1. ഈ സൈഡിൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂ കൂടി കൺസിഡർ ചെയ്തിട്ട് -7. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാതെ കഴിയുന്നത് കേട്ടോ. അപ്പൊ തൽക്കാലം ഇങ്ങനെ ചെയ്തോളൂ. മെത്തേഡ് കൂടി അറിഞ്ഞിരുന്നുള്ളൂ. ഹരി കണ്ടുപിടിച്ചിട്ടുണ്ട് തോന്നുന്നു കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട്. ഹരി ആ ലിങ്ക് ഒക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ, ഇതിന്റെ ആണെന്നുള്ളത്. നല്ലൊരു ഹോംവർക്ക് തന്നിരുന്നു. ആരും ചെയ്തതായിട്ട് 1-2 പേരൊക്കെ എന്നോടൊക്കെ ഡൗട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 2-3 പേര് ചോദിച്ചിരുന്നു. കംപ്ലീറ്റ് ചെയ്തവര് അന്ന് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഏത് ഹോംവർക്ക് തന്നു കഴിഞ്ഞാലും ചെയ്തവര് ഒന്ന് ഗ്രൂപ്പിൽ ഇടാം. ഞാൻ വെരിഫൈ ചെയ്തെന്ന് പറയാം. സോ കോഫാക്ടർ മെട്രിക്സ് ഞാൻ എഴുതുന്നുണ്ട്. കോഫാക്ടർ മെട്രിക്സ് അല്ലെ ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് എഴുതാം. നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്ത് തരുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് കേട്ടോ. അത് വെച്ച് നിങ്ങൾ വെരിഫൈ ചെയ്തോളൂ. അപ്പൊ തൽക്കാലം ഞാൻ എക്സ് ഇൻവേഴ്സ് എഴുതാം. എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ലിങ്ക് ഇടും. അത് നോക്കി നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മൈനസ് എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു -1/7, that is adjoint x by determinant x. ഡിറ്റർമിനന്റ് വാല്യൂ ആണത്. -1/7 എന്നുള്ളത് ഡിറ്റർമിനന്റ് x ആണ് കേട്ടോ. 2 3 -1 0 and -7
0, 0, minus 25, 6, minus 7. Okay, minus 26, 6, 7. This is x inverse. E matrix ആണ് adjoint of x. Adjoint of x by determinant x. Determinant x is minus 7. Okay. So adjoint by determinant ആണ് ഈ എഴുതിയിരിക്കുന്നത്. So we get x inverse. Then അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഡയഗണലൈസ് ചെയ്യാനായിട്ട് x inverse ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നിങ്ങൾക്ക് ആൻസർ അറിയാം. 2, 6, 9 ആയിരിക്കും വരിക കേട്ടോ. ഫൈനലി x inverse ax ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതായിരിക്കും. 2, 6, okay, 2, 6 and 9. അതിൽ നിങ്ങൾക്ക് മാർക്ക്, അതായത് മാർക്ക് കിട്ടാനുള്ള ഫോമാറ്റ് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഐഗൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇവിടെ ഇക്വേഷൻ ആവശ്യം വന്നില്ല. സോ ഐഗൺ വാല്യൂസിനായിരിക്കും ഫസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ഐഗൺ വെക്ടേഴ്സ്, 3 ഐഗൺ വെക്ടേഴ്സ് ഉണ്ട്. ദെൻ ഫോർമേഷൻ ഓഫ് എക്സ്, എക്സ് എന്നുള്ള മെട്രിക്സ് ഫോം ചെയ്യുന്നതിന് മാർക്കുണ്ട്. ദെൻ ഇൻവേഴ്സ്, ഇതോടുകൂടി പിന്നെ ഫൈനൽ ആൻസർ വെരിഫൈ ചെയ്യത്തുള്ളൂ കേട്ടോ. 7-8 മാർക്കിനൊക്കെയാണ് കഴിഞ്ഞ എക്സാമിന് ഞങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. 2019 സിലബസ് ആട്ടോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. KG സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2015 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സിലബസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലാഗ് ആവുന്നുണ്ടോ? ഓക്കെ, വെയിറ്റ്. ഇപ്പോഴും പ്രശ്നമുണ്ടോ? ഫുള്ളായിട്ട് എങ്ങനെയാണോ? ഇപ്പോഴും വീഡിയോ പ്രശ്നമുണ്ടോ? ഓൾറെഡി എല്ലായിടത്തും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അഗെയിൻ 3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും, 3 ഇയേഴ്സ് അല്ല 4 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും സിലബസ് അഗെയിൻ ചേഞ്ച് ആവാം കേട്ടോ. ഇപ്പൊ നിങ്ങളൊക്കെ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 2019, അതായത് നിങ്ങളിപ്പോ സെക്കൻഡ് ബാച്ചാണ് 2019 സിലബസിൽ പഠിക്കും. ഈ ടോപ്പിക്ക് നമ്മളിപ്പോ പഠിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ, സൊല്യൂഷൻസ്, ഐഗൺ വാല്യൂ, ഐഗൺ വെക്ടേഴ്സ് എല്ലാം 2015 സിലബസിൽ S3 തേർഡ് സെമസ്റ്ററിലാണ് അവർ പഠിച്ചിരുന്നത്. അന്നേരം അത് 10 മാർക്സും 12 മാർക്സിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയഗണലൈസേഷൻ. കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് 8 മാർക്കിനെ കണ്ടൊക്കെ ചോദിച്ചു. 7 or 8 മാർക്സിനാണ് ആ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. 7 or 8. അങ്ങനെ 7-8 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവേഴ്സ് കണ്ടുപിടിക്കാനൊന്നും സമയം കളയരുത്. കഴിയുന്ന കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. കംപ്ലീറ്റ് ചെയ്യാത്തവര് പിന്നീട് കംപ്ലീറ്റ് ചെയ്തോളാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തരുന്നുണ്ട് കേട്ടോ. നോട്ട്സ് സെൻഡ് ചെയ്ത് ഡൗട്ട് ഉള്ളവരെ ക്ലിയർ ചെയ്യാം. Diagonalize the matrix. Next question. Diagonalize the matrix. A is equal to 2, 2, minus 7, 2, 2, minus 7, 2, 1, 2, and 0, 1, minus 3. 0, 1, minus 3. Okay. Diagonalize the matrix 2, 2, minus 7, 2, 1, 2, 0, 1, minus 3. ഓൾറെഡി കുറെ പേര് ഏതോ കാൽക്കുലേറ്ററിന്റെ ഒക്കെ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ ആരെങ്കിലും യൂസ് ചെയ്യുന്നത് ഏതാച്ചാൽ അത് ഇടാട്ടോ. അല്ല ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാൽക്കുലേറ്റർ തന്നെയല്ലേ ഹരിയുടെ കയ്യിലുണ്ട്. അതിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഹരിക്ക്. ഏതാച്ചാൽ ഇടാം. സയന്റിഫിക് കാൽക്കുലേറ്റർ
കേട്ടോ. പിള്ളേരിൽ മിക്കതിൽ നമുക്ക് പറ്റും, എല്ലാം തന്നെയും ചെയ്യാൻ പറ്റും. അറിയാ ലിങ്ക് കൂടി ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഇൻവേഴ്സ്, ഡിറ്റർമിനന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ലിങ്ക്. ഏത് കാൽക്കുലേറ്റർ ആണെന്ന് കൂടി പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി കേട്ടോ. പിന്നെ ടെക്സ്റ്റിന്റെ കാര്യം ഞാൻ സിലബസും ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ടെക്സ്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വലിയ ടെക്സ്റ്റ് ആണ്, അല്ല ആകെ ഒരു ചെറിയൊരു പോർഷനെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ടെക്സ്റ്റാണ്. അതിൽ ചെറിയൊരു പോർഷനെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ആ ബുക്ക് മേടിക്കുന്ന നിർബന്ധം പറയുന്നില്ല കേട്ടോ. ബാക്കി നെക്സ്റ്റ് മൊഡ്യൂൾസ് എല്ലാം തന്നെ വേറൊരു ബുക്കിലാണ്. നിങ്ങൾക്ക് ഇപ്പൊ KTUവിൽ ഒരു ക്യാപ്സ്യൂളായിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. സ്റ്റാൻഡേർഡ് ബുക്ക് ഒന്നും അല്ല, പക്ഷെ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ലാഗ് ആവുന്നുണ്ട് അല്ലെ? പറയുന്നത് കേൾക്കാമല്ലോ മക്കൾക്ക്? ഇപ്പൊ ക്ലിയർ ആണോ മക്കളെ വീഡിയോ? വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടോ? പ്രശ്നമുണ്ടോ എപ്പോഴും? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. ഓക്കെ, എന്തായാലും ആ പ്രോബ്ലം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ ഇല്ല, അത് ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ഹെൻസ് ഫൈൻഡ് എ റേസ് ടു 4 എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് എഴുതണേ. ഹെൻസ് ഫൈൻഡ് എ റേസ് ടു 4. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് diagonalize the matrix, then first diagonalize the matrix. അതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. hence find a raised to 4. hence find a raised to 4. എല്ലാവരും ചെയ്തോളാം. ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിക്കോളാം. hence find a raised to 4. ഐഗൺ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പറയാം. Two minus 7, 2, 1, 2, 0, 1, minus 3, and hence find a raised to 4. Capital A matrix A raised to 4. Okay, പ്രോബ്ലം ചെയ്ത് തുടങ്ങിക്കോളൂ. ഐഗൺ വാല്യൂസ് കിട്ടിയാലൊക്കെ പറയാം കേട്ടോ. ഞാൻ അറ്റൻഡൻസ് നോക്കി വിളിക്കാം. Atul V. Menon present. Date ആയിട്ടാ കേറിയെ. Junaid absent. Mohammad Niyaz present. Mohammad Shehin absent. ഞാൻ ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് സെൻഡ് ചെയ്യാം. അത് സ്റ്റാൻഡേർഡ് ബുക്കൊന്നും അല്ല. വേണേലും റെഫർ ചെയ്യും. കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണേലും ആ ബുക്ക് വേണേലും മേടിക്കും. -3, 4. Any other answer? Eigen values? Mohammad Shehin present ആണോ? ഷെഹിൻ നോക്കട്ടെ.
Okay, Mohammed Sheikh present. Got the eigenvalues? Hari, 1 minus 3 minus 4. Any other answers? Minus 1 minus 3 4. Umesh minus 1. Shiv Jyotis 1 3 minus 4. Any other answers? minus 1 minus 3 4 കിട്ടി. വേറെ ചിലർക്ക് 1 3 minus 4. എല്ലാവരും ആൻസർ പറയും നോക്കട്ടെ. മെജോറിറ്റി എന്താണ് ആൻസർ കിട്ടുന്നത് നോക്കട്ടെ. ഐഗൺ വാല്യൂസ് കിട്ടിയവരൊന്ന് മെസ്സേജ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം. One 3 minus 4. 1 3 minus 4. കുറേ പേർക്ക് മിസ്റ്റേക്ക് ഉണ്ട്. 1 3 minus 4 ആണ് ഐഗൺ വാല്യൂസ്. ഇമാനുവൽ minus 1 minus 3 4. ഇവിടെയാണ് പ്രശ്നം. ഐഗൺ വാല്യൂസിലെ മിസ്റ്റേക്ക് പറ്റിയാൽ ഐഗൺ വെക്ടേഴ്സ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഒരു നെഗറ്റീവ് സൈൻ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഗൺ വെക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകും. കുറേ പേര് minus 1 minus 3 4 ആണ് പറയുന്നത്. എന്താ പ്രശ്നം? 1 3 minus 4 is the right answer. 1 3 minus 4. മിസ്റ്റേക്ക് പറ്റിയവരെ കറക്റ്റ് ചെയ്യണം. എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കും. One 3 minus 4 is the answer. 1 3 minus 4 are the eigen values. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, പക്ഷെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഗ്രൂപ്പിൽ എടുക്കണം കേട്ടോ. ചെയ്തിരിക്കണം എല്ലാവരും. ആരും ഒരാളുടെ നോക്കി കോപ്പി ചെയ്ത് അങ്ങനെ എഴുതണ്ട, തനിയെ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ എക്സാമിൽ ഏത് ക്വസ്റ്റ്യൻ എവിടെയാണ് ട്വിസ്റ്റ് വരിക എന്നറിയുന്നു. നമ്മുടെ ഇക്വേഷൻസിൽ സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കും. മേ ബി ചില കേസിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാം. സോ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും തനിയെ ചെയ്ത് നോക്കും. ആൻസർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യും ശരിയാണോ. ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഇപ്പൊ KTU കഴിഞ്ഞ വർഷം കൊണ്ട് ഇറക്കിയ. അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാം നിങ്ങളുടെ സിലബസ് എല്ലാം കൂടി ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ട് ഒരു ബുക്കാണ്. അതെന്തായാലും ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. നമുക്ക് വേണേൽ റെഫർ ചെയ്യാനായിട്ടൊക്കെ നോക്കാം. കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ആ ബുക്കിൽ. ചില പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എവിടെയാണ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. വലിയൊരു ബുക്കാണ്. പറയാൻ വേണേൽ ആ ടെക്സ്റ്റിന്റെ PDF ഞാൻ അയച്ചു തരാം. So today is absentee Junaid. മേഡം ഞാൻ പറഞ്ഞു രണ്ടുപേര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഗ്രൂപ്പിൽ നോട്ട്സും എല്ലാ കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെ ഗ്രൂപ്പിൽ നമ്മുടെ ജോയിൻ ചെയ്തിട്ടില്ല. ഐഗൺ വെക്ടർ കിട്ടിയ ആർക്കെങ്കിലും ഐഗൺ വെക്ടർ corresponding to lambda is equal to 1. മക്കളെ എടുക്കുന്നതിൽ വല്ല ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അറിയത്തില്ല എന്ന് പറയരുത്. ഇപ്പോഴും മനസ്സിലാവാത്ത ടോപ്പിക് എന്തെങ്കിലും ചോദിച്ചോളൂ, പറഞ്ഞു തരാൻ റാങ്ക് ആയിക്കോട്ടെ. സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഏത് ടോപ്പിക് ആയിക്കോട്ടെ. ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് അടുത്തത് പഠിച്ചാൽ മതി. ചെറിയ കാര്യമാണേലും ചോദിച്ചോളൂ കേട്ടോ.
ഡിറ്റർമിനന്റ് അറിയില്ല, അല്ലെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയില്ലൊക്കെ ചോദിച്ചോളൂ, കുഴപ്പമില്ല. Eigenvector corresponding to lambda is equal to 1 is -1, 4, 1 or 1, 4, -1. That's correct. -1, 4, 1. -1, 4, 1. ഇതിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെയും ശരിയാണ്. ഇതിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ വേറെ എന്താ വരിക? 1, -4, -1. വന്നു കഴിഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. ഈ രണ്ട് ആൻസേഴ്സ് ആണോ എന്ന് വെരിഫൈ ചെയ്യും. എന്റെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെക്ടർ ചൂസ് ചെയ്തത്. വെക്ടർ -1, 4, 1 is the eigenvector corresponding to lambda is equal to 1. Okay, this is the eigenvector. കുറേ പേർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. eigenvector മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ ആകാവുന്നുണ്ട് അല്ലെ? പലയിടത്തും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് കോമൺ ആയിട്ട്. വീഡിയോയിലാകാവുന്നുണ്ട് അല്ലെ? ഓക്കെ, ആരെങ്കിലും പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഇടണം. പിന്നെ ഇന്നലത്തെ ഹോംവർക്കും ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. കുറെ പേര് എന്നോട് ഡൗട്ടൊക്കെ ചോദിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അവരതൊന്ന് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ, ഇന്നലത്തെ ഹോംവർക്ക്. പിന്നെ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഗ്രൂപ്പിൽ ഇടണം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം നമുക്ക് A⁴ കണ്ടുപിടിക്കാം. ഓക്കെ, A⁴ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും. വീഡിയോ കുറച്ച് പ്രശ്നമുണ്ട്, അപ്പൊ മീറ്റിംഗ് ലീവ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. ഡൗട്ട് ഉള്ളവര് ഗ്രൂപ്പിൽ ചോദിച്ചു പറഞ്ഞുതരാം.